ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിച്ചൂസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ ചിക്കൻ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. 1/2 കിലോയോളം ചിക്കൻ്റെ ലിവർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഒരല്പം കടുകും കുറച്ച് പെരിഞ്ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം 2 സവാള, മീഡിയം സൈസിലെ സവാളയാണ്, ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതും നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റോസ്റ്റായിട്ടാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചതച്ചാണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പം ആ ഒരു ലിവർ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം ലിവർ റോസ്റ്റ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അവസാനം ഒന്നുകിൽ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവി കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് സെറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.